മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് ജാസിയുടെ സർജറിയെ പറ്റിയാണല്ലോ ഫുള്ള് ചർച്ച. ഇന്നലെ ഒരാൾ ജാസി സർജറി നടത്തി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അത് ക്ലിയർ ആക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിക്കേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജാസി തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം. ഈ റെനൈ മെഡിസിറ്റിയിൽ ബോട്ടം സർജറി ഇല്ല, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ജാസി ഇവിടെ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ഈ ഒരു നാടകത്തിന്റെ വല്ല ആവശ്യമുണ്ടോ ജാസി? ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരാളാണ് ഈ ഒരു ജാസി. അമ്മാതിരി കോപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിക്കുന്ന. പ്രഗ്നൻസി നാടകമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അവർ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വരികയും അവർ മാനിപ്പുലേറ്റ് ചെയ്ത ഒരുപാട് സ്റ്റോറികൾ സൃഷ്ടിക്കുകയും അത് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ വളരെ അരോചകമായി നമുക്ക് തോന്നുകയും അതിനെ നമുക്ക് പ്രതികരിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളർന്ന് പൊന്തി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂടി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ജാസിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോകളിലൊക്കെ ഒരു 10% വരുന്ന ആളുകൾ കമന്റ് ചെയ്ത് കണ്ടു, നിങ്ങൾ എന്തിനാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത്, അവരുടെ വ്യക്തി ജീവിതമല്ലേ? അതെ, ഒരുപാട് പേരുടെ ഒരു കമന്റ് ആണത്. ഈ കമന്റ് ഇടുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജാസിയാണ് ഇവിടെ വന്നിരുന്ന് കോമാളിത്തരം കാണിക്കുന്ന. ഇത് കാണുമ്പോൾ ആരായാലും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു പോകും. ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണോ? പബ്ലിക്കിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ സത്യാവസ്ഥയെങ്കിലും പബ്ലിക്കിന്റെ മുന്നിൽ എത്തിക്കണം. ഇത് അതുപോലും ചെയ്യാതെ ബോട്ടം സർജറി ചെയ്തു എന്ന് പറഞ്ഞ് ഉള്ള നാടകം കാണിക്കുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വെച്ച് റീച്ച് കൂട്ടാനാണോ നിങ്ങളുടെ പരിപാടി? അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ വ്യക്തിപരമായ ജീവിതം അവർ തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അതും വളരെ പബ്ലിക്കായിട്ട് തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളിപ്പോഴുള്ള സോഷ്യൽ കമ്മിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും. യാതൊരു തർക്കവും ഇതിനകത്തില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യമാടെ ജനങ്ങളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഈ പ്രഗ്നൻസി നാടകം അറിയാലോ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഛർദ്ദിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു. പിന്നീട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നു. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർ പിന്നെയും അത് വെച്ച് തന്നെ കണ്ടന്റ് ഉണ്ടാക്കുകയാണ്, വേറൊന്നുമില്ല. ഇതൊക്കെയാണ് ജാസിയുടെ കലാപരിപാടികൾ. ഇതൊക്കെ കാണുമ്പം നമ്മൾ എങ്ങനെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? അതാണ് ഞാൻ റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണ്. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? കേട്ടല്ലോ എല്ലാവരും, ബോട്ടം സർജറി അവിടെ അവൈലബിൾ അല്ല. അങ്ങനെ ഒരു സർജറി അവിടെ ചെയ്യത്തുമില്ല. അപ്പം ജാസി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ശരിക്കും ഈ ഹോസ്പിറ്റലുകാർ ജാസിക്കെതിരെ കേസ് കൊടുക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള നാടകങ്ങളൊന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല. ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്ന ആളുകളെല്ലാം പറയുന്നത് ഈ ഒരു കാര്യമാണ്. ആ ഹോസ്പിറ്റലിൽ ഒരിക്കലും ബോട്ടം സർജറി നടത്തൂല. പിന്നെ എന്തുദ്ദേശിച്ചാണ് ജാസി തെറ്റായിട്ടുള്ള വിവരം പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയമാണ്. ഇനി ജാസി വന്ന അടുത്ത വീഡിയോ എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞ. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ജാസി ഇവിടെ ഒന്ന് പറയാൻ പോകുന്നത്, എന്റെ വീഡിയോയിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ബോട്ടം സർജറിയാണ് നടത്തുന്നതെന്ന്. പക്ഷേ പെണ്ണിലേക്കുള്ള ദൂരം വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ എന്നായിരിക്കും ജാസി വന്നിരുന്ന് ന്യായീകരിക്കാൻ പോകുന്നത്. ഞാനിവിടെ ജാസി ഇട്ട വ്ലോഗിന്റെ ചെറിയൊരു ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിക്കാം. എന്നൊക്കെ ഒരു തോന്നലായിരുന്നു കേട്ടോ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ ദേഹത്ത് ലൈക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് അറിയോ കണ്ടോ, നമ്മുടെ ദേഹത്തൊക്കെ അത് കട്ട് ചെയ്യുമ്പോൾ അറിയുമോ എന്നുള്ള രീതിയിലാണ് ജാസി ഈ ഒരു വ്ലോഗില് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു ജാസി എന്താണ് നൈസായിട്ട് ഉദ്ദേശിച്ചതെന്ന്.
നൈസായിട്ട് ഇത് വെച്ച് വീണ്ടും റീച്ച് ഉണ്ടാക്കുകയല്ലെങ്കിൽ ഈ വീഡിയോയിൽ തുറന്നു പറഞ്ഞുകൂടെ ഞാൻ നടത്തിയത് ബ്രസ്റ്റ് സർജറി ആണെന്ന്, സിലിക്കോൺ വെക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തത് എന്ന് തുറന്നു പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ജാസിക്ക് ജാസിയുടെ ലൈഫാണ്, അത് ഇഷ്ടമുള്ളതുപോലെ താങ്കൾക്ക് ജീവിക്കാം. അതൊക്കെ ജാസിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിലൊരു മനുഷ്യർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ കാണിച്ചാൽ തീർച്ചയായും അതെടുത്തു വെച്ച് മറ്റുള്ളവരൊക്കെ പ്രതികരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ എൻ്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്, ഇതൊക്കെ വേണമെങ്കിൽ ജാസി എന്ന് പറയും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പൂർണ്ണമായ ഒരു സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല. ഒന്ന്, ജാസി എന്ന് പറയുന്ന പുരുഷന് ഗർഭപാത്രമില്ല. 2, വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല. 3, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ജാസി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ജാസിയുടെ വീഡിയോ വെച്ച് നീ ഒരുപാട് റീച്ച് ഉണ്ടാക്കിയില്ലേ എന്ന് പറയുന്നവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് വന്നിരുന്ന് ജാസി ഡയലോഗ് വിടുന്നത്. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇതൊന്നും വന്നിരുന്ന് ന്യായീകരിക്കാൻ ഇരിക്കരുത്. ന്യായീകരിച്ചിട്ട് നിങ്ങൾക്കൊന്നും തന്നെ നേടാനില്ല. നിങ്ങൾ വെറുതെ പബ്ലിക്കിന്റെ വെറുപ്പ് സമ്പാദിച്ചു കൂട്ടുകയാണ്. നിങ്ങൾ സർജറി നടത്തി എന്ന് പറയുന്ന ടൈമിൽ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ അടിയിൽ കമന്റ്സും അല്ലാതെ വീഡിയോ ഒക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോട് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾ കാണിക്കുമ്പം അവർ നിങ്ങളെ വെറുക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. ബൈ.